ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിസിനസ് ഫാമിലി വ്ളോഗ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഒന്നാമത്തെ വാക്യം, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1-ാം വാക്യം. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു. ഇനി ഈ വാക്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്താണ് വിളിക്കപ്പെട്ടിരുന്നത്? ഉത്തരം പെസഹ. അടുത്തൊരു ചോദ്യം നോക്കാം. പെസഹ എന്നാൽ എന്താണ്? ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോവാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 2-ാം വാക്യം. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. ആരാണ് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത്? 22:2 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും. അടുത്തൊരു ചോദ്യം, പുരോഹിതന്മാരും നിയമജ്ഞരും എന്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്? 22:2 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന്. അടുത്തൊരു ചോദ്യം, 22:2 പ്രകാരം പൂരിപ്പിക്കുക. പക്ഷേ അവർ ഡാഷ് ഭയപ്പെട്ടു. ഉത്തരം പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 3-ാം വാക്യം. 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. ഇനി ചോദ്യങ്ങൾ നോക്കാം. ആരാണ് സ്കറിയോത്ത എന്ന് വിളിക്കപ്പെട്ടിരുന്നത്? ഉത്തരം യൂദാസ്. അടുത്ത ചോദ്യം, 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിന് എന്തു സംഭവിച്ചു എന്നാണ് 22:3 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അവനിൽ സാത്താൻ പ്രവേശിച്ചു. ഇനി അടുത്ത വാക്യം നോക്കാം. വിശുദ്ധ ലൂക്ക 22-ാം അധ്യായം 4-ാം വാക്യം. അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു. ഇനി ചോദ്യങ്ങൾ നോക്കാം. ആരാണ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? ഉത്തരം യൂദാസ്. അടുത്ത ചോദ്യം, യൂദാസ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എന്താണ് ആലോചിച്ചത്? ഉത്തരം എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 5-ാം വാക്യം. അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ചോദ്യങ്ങൾ നോക്കാം. ആരാണ് യൂദാസിനെ പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 6-ാം വാക്യം. അവൻ അവർക്ക് വാക്കുകൊടുത്തു. ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. ഇനി ചോദ്യങ്ങൾ നോക്കാം. അവൻ അവർക്ക് വാക്കുകൊടുത്തു. ഈ വാക്യത്തിൽ ആർക്ക് വാക്കുകൊടുത്തതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യൂദാസ് സേനാധിപന്മാർക്കും പുരോഹിത പ്രമുഖന്മാർക്കും. അടുത്ത ചോദ്യം, യൂദാസ് എന്തിനുള്ള അവസരം പാർത്തുകൊണ്ടിരുന്നു എന്നാണ് 22:6 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ജനക്കൂട്ടമില്ലാത്തപ്പോൾ
യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ. അടുത്ത വാക്യം നോക്കാം. വിശുദ്ധ ലൂക്ക 22-ാം അധ്യായം 7-ാം വാക്യം. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. ഇനി ചോദ്യങ്ങൾ നോക്കാം. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന ദിനം ഏതാണ്? ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 8-ാം വാക്യം. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ഇനി ചോദ്യങ്ങൾ നോക്കാം. യേശു ആരെയെല്ലാമാണ് പെസഹ ഭക്ഷിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ പറഞ്ഞയച്ചത്? ഉത്തരം പത്രോസിനെയും യോഹന്നാനെയും. അടുത്ത ചോദ്യം. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ഒരു ചോദ്യം കൂടി നോക്കാം. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ആര് ആരോട് പറഞ്ഞതാണിത്? ഉത്തരം യേശു പത്രോസിനോടും യോഹന്നാനോടും. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 9-ാം വാക്യം. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആര് ആരോട് ചോദിച്ചതാണിത്? ഉത്തരം പത്രോസും യോഹന്നാനും യേശുവിനോട്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 10-ാം വാക്യം. അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആരെ പിന്തുടരാനാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. അടുത്ത ചോദ്യം. 22:10 പ്രകാരം പൂരിപ്പിക്കുക. അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ ഡാഷ് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. ഉത്തരം അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. ഇനി ഒരു ചോദ്യം നോക്കാം. പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആർ തങ്ങൾക്കെതിരെ വരും എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 11-ാം വാക്യം. ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? ഇനി ചോദ്യങ്ങൾ നോക്കാം. വീടിൻ്റെ ഉടമസ്ഥനോട് എന്തു പറയണമെന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? അടുത്തൊരു ചോദ്യം നോക്കാം. ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? ആരോടാണ് ഈ ചോദ്യം ചോദിക്കാൻ യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം വീടിൻ്റെ ഉടമസ്ഥനോട്.
അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 12-ാം വാക്യം. സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. ഇനി ചോദ്യങ്ങൾ നോക്കാം. വീടിന്റെ ഉടമസ്ഥൻ അവർക്ക് എന്തു കാണിച്ചു തരും എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം: സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി. എവിടെ പെസഹ ഒരുക്കുക എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 13-ാം വാക്യം. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. ചോദ്യം നോക്കാം. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു. ആരാണ് യേശു പറഞ്ഞതുപോലെ കണ്ടത്? ഉത്തരം: പത്രോസും യോഹന്നാനും. അടുത്തൊരു ചോദ്യം. 22:13 പ്രകാരം പൂരിപ്പിക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, ഡാഷ് ഒരുക്കുകയും ചെയ്തു. ഉത്തരം: അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 14-ാം വാക്യം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. ഇനി ചോദ്യങ്ങൾ നോക്കാം. 22:14 പ്രകാരം പൂരിപ്പിക്കുക. സമയമായപ്പോൾ അവൻ ഡാഷ്. ഉത്തരം: സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അടുത്തൊരു ചോദ്യം. യേശുവിനോടൊപ്പം ആരാണ് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം: അപ്പസ്തോലന്മാർ. അടുത്ത വാക്യം നോക്കാം. 22:15. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിനു മുൻപ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഇനി ചോദ്യങ്ങൾ നോക്കാം. യേശു എന്താണ് അത്യധികം ആഗ്രഹിച്ചത്? ഉത്തരം: പീഡ അനുഭവിക്കുന്നതിനു മുൻപ് അപ്പസ്തോലന്മാരോട് കൂടെ ആ പെസഹ ഭക്ഷിക്കുന്നതിന്. ഇനിയൊരു ചോദ്യം നോക്കാം. എന്തിനു മുൻപ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് 22:15 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പീഡ അനുഭവിക്കുന്നതിന് മുൻപ്. ഒരു ചോദ്യം കൂടി നോക്കാം. 22:15 പ്രകാരം പൂരിപ്പിക്കുക. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോട് കൂടെ ഈ ഡാഷ് ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഉത്തരം: അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. അടുത്ത വാക്യം നോക്കാം. 22:16. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. ചോദ്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു 22:16 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇതു ഭക്ഷിക്കുകയില്ല. അടുത്ത ചോദ്യം. 22:16 പ്രകാരം പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഡാഷ് ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. ഉത്തരം: ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അടുത്ത വാക്യം നോക്കാം. 22:17. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ചോദ്യങ്ങൾ. യേശു പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. അടുത്ത ചോദ്യം. എപ്പോഴാണ്
ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ എന്ന് യേശു പറഞ്ഞത്. ഉത്തരം: പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. ചോദ്യങ്ങൾ: 22:18 പ്രകാരം പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ ഡാഷ് ഞാൻ പാനം ചെയ്യുകയില്ല. ഉത്തരം: ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. അടുത്ത ചോദ്യം 22:18 പ്രകാരം പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ഡാഷ് വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. ഉത്തരം: ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. അടുത്ത ചോദ്യം നോക്കാം. 22-ാം അധ്യായം 19-ാം വാക്യം. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ചോദ്യങ്ങൾ നോക്കാം. യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് എന്താണ് അരുളി ചെയ്തത്? ഉത്തരം: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അടുത്ത ചോദ്യം നോക്കാം. 22:19 പ്രകാരം പൂരിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ഡാഷ്. ഉത്തരം: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. അടുത്തൊരു ചോദ്യം. യേശു അപ്പം എടുത്തുകൊണ്ട് എന്താണ് ചെയ്തത്? ഉത്തരം: കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു. ഇനി അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 20-ാം വാക്യം. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ചോദ്യങ്ങൾ നോക്കാം. അത്താഴത്തിനു ശേഷം യേശു പാനപാത്രം എടുത്തുകൊണ്ട് എന്താണ് അരുളി ചെയ്തത്? ഉത്തരം: ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. 22:20 പ്രകാരം പൂരിപ്പിക്കുക. ഈ പാനപാത്രം ഡാഷ് ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഉത്തരം: ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. ചോദ്യങ്ങൾ നോക്കാം. ആരുടെ കൈ തൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് എന്നാണ് 22:21 യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ. അടുത്തൊരു ചോദ്യം. 22:21 പ്രകാരം പൂരിപ്പിക്കുക. നിശ്ചയിക്കപ്പെട്ടതുപോലെ ഡാഷ് പോകുന്നു. ഉത്തരം: നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 22-ാം വാക്യം. എന്നാൽ
അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. ചോദ്യങ്ങൾ നോക്കാം. ആർക്ക് ദുരിതം എന്നാണ് യേശു 22:22 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: തന്നെ ആരെ ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന്. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 23-ാം വാക്യം. തങ്ങളിൽ ആരാണ് ഇതു ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. ചോദ്യങ്ങൾ നോക്കാം. എന്താണ് അപ്പസ്തോലന്മാർ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത്? 22-23 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നത് എന്ന്. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 24-ാം വാക്യം. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. ചോദ്യങ്ങൾ നോക്കാം. എന്തിനെക്കുറിച്ചാണ് അപ്പസ്തോലന്മാരുടെ ഇടയിൽ തർക്കം ഉണ്ടായത്? 22-24 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന തർക്കം. നമുക്കിനി അടുത്ത വാക്യം നോക്കാം. 22-25. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. ഇനി ചോദ്യങ്ങൾ നോക്കാം. വിജാതീയരുടെ മേൽ ആര് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് 22-25 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അവരുടെ രാജാക്കന്മാർ. അടുത്ത ചോദ്യം: ആരെയാണ് അവർ ഉപകാരികളായി കണക്കാക്കുന്നത്? 22-25 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ. ഒരു ചോദ്യം കൂടി നോക്കാം. വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ഡാഷ് അടിച്ചേൽപ്പിക്കുന്നു. ഉത്തരം: വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 26-ാം വാക്യം. എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾ എങ്ങനെ ആയിരിക്കരുത് എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? 22-26 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: വിജാതീയരുടേതുപോലെ. അടുത്ത ചോദ്യം: തങ്ങളിൽ ഏറ്റവും വലിയവൻ ആരായിരിക്കണമെന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? 22-26 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: ഏറ്റവും ചെറിയവനെ പോലെ. അടുത്ത ചോദ്യം: ആരാണ് ശുശ്രൂഷകനെ പോലെ യാകേണ്ടത്? 22-26 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: അധികാരമുള്ളവൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 27-ാം വാക്യം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ചോദ്യങ്ങൾ നോക്കാം. 22-27 യേശു ചോദിക്കുന്ന ചോദ്യം എന്ത്? ഉത്തരം: ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? അടുത്ത ചോദ്യം നോക്കാം. 22-27 പ്രകാരം പൂരിപ്പിക്കുക. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ഡാഷ് ആണ്. ഉത്തരം: ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. നമുക്കിനി അടുത്ത വാക്യം നോക്കാം. വിശുദ്ധ ലൂക്ക 22-ാം അധ്യായം 28-ാം വാക്യം. എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 22-28 യേശു അപ്പസ്തോലന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം: എൻ്റെ പരീക്ഷകളിൽ
എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. ആരെക്കുറിച്ചാണ് യേശു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? 22-28 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: അപ്പസ്തോലന്മാരെ പറ്റി. അടുത്ത ചോദ്യം 22-28 പ്രകാരം പൂരിപ്പിക്കുക. എൻ്റെ ഡാഷിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. ഉത്തരം: എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. നമുക്കിനി അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 29-ാം വാക്യം. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അടുത്ത ചോദ്യം നോക്കാം. 22-29 പ്രകാരം പൂരിപ്പിക്കുക. എൻ്റെ പിതാവ് എനിക്ക് ഡാഷ് കൽപ്പിച്ചു തന്നിരിക്കുന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. ഉത്തരം: എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. ഇനി നമുക്ക് 30-ാമത്തെ വാക്യം നോക്കാം. വിശുദ്ധ ലൂക്ക 22-ാം അധ്യായം 30-ാം വാക്യം. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയത്രേ. ചോദ്യങ്ങൾ നോക്കാം. 22-30 പ്രകാരം പൂരിപ്പിക്കുക. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഡാഷ് വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയത്രേ. ഉത്തരം: അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയത്രേ. അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 31-ാം വാക്യം. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ചോദ്യങ്ങൾ നോക്കാം. 22-31 യേശു ആരെയാണ് വിളിക്കുന്നത്? ഉത്തരം: ശിമയോനെ. അടുത്ത ചോദ്യം: ശിമയോൻ, ശിമയോൻ, ഇതാ ഡാഷ് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. 22-31 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അടുത്ത ചോദ്യം നോക്കാം. സാത്താൻ എന്തിനുദ്യമിച്ചു എന്നാണ് 22-31 പറഞ്ഞിരിക്കുന്നത്? അപ്പസ്തോലന്മാരെ ഗോതമ്പ് പോലെ പാറ്റാൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 32-ാം വാക്യം. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ചോദ്യങ്ങൾ നോക്കാം. യേശു എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് 22-32 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ശിമയോന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. അടുത്ത ചോദ്യം: നീ തിരിച്ചു വന്ന് എന്തു ചെയ്യണമെന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്? 22-32 പ്രകാരം ഉത്തരം നൽകുക. ഉത്തരം: സഹോദരരെ ശക്തിപ്പെടുത്തണം. അടുത്തൊരു ചോദ്യം: നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ആരെ പറ്റിയാണ് 22-32 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ശിമയോൻ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. 22-ാം അധ്യായം 33-ാം വാക്യം. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്കു പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. ചോദ്യങ്ങൾ നോക്കാം.
കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ശിമയോൻ. അടുത്തൊരു ചോദ്യം നോക്കാം. ശിമയോൻ താൻ എന്തിനു തയ്യാറാണ് എന്നാണ് 22:33 പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും. നമുക്കിനി അടുത്ത വാക്യം നോക്കാം. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. ചോദ്യങ്ങൾ നോക്കാം. 22:34 ശിമയോനെ യേശു എന്താണ് വിളിക്കുന്നത്? ഉത്തരം, പത്രോസ്. അടുത്ത ചോദ്യം, പത്രോസ് തന്നെ എങ്ങനെ നിഷേധിച്ചു പറയും എന്നാണ് 22:34 യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, തന്നെ അറിയുകയില്ല എന്ന്. അടുത്ത ചോദ്യം, പത്രോസ് യേശുവിനെ അറിയുകയില്ല എന്ന് എത്ര പ്രാവശ്യം നിഷേധിച്ചു പറയും എന്നാണ് 22:34 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, 3 പ്രാവശ്യം. അടുത്തൊരു ചോദ്യം, പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം അറിയുകയില്ല എന്ന് നിഷേധിച്ചു പറയുന്നതിന് മുൻപ് എന്തു സംഭവിക്കുകയില്ല എന്നാണ് 22:34 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഇന്ന് കോഴി കൂവുകയില്ല. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.